വാക്കുപാലിച്ച് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ഇന്ന് വി.ഡി. സതീശൻ മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്തു. അതിനുശേഷം അദ്ദേഹം ആദ്യമായി പറഞ്ഞ ഒരു കാര്യം UDF പറഞ്ഞ വാക്കുകൾ ഇതാ പാലിക്കുന്നു എന്നാണ്. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് UDF പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ കാര്യം ഇതാ പാലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഇന്ന് അദ്ദേഹം യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമതായി പറയേണ്ടത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്നായിരുന്നു UDFിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം. ആ വാഗ്ദാനം ജൂൺ 15-ാം തീയതി മുതൽ നടപ്പിലാക്കാൻ പോവുകയാണ് എന്നാണ് സതീശൻ പറഞ്ഞ ആദ്യത്തെ കാര്യം. മറ്റൊന്ന്, വയോജനങ്ങൾക്കായി രാജ്യത്ത് ആദ്യമായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപയായി വർദ്ധിപ്പിക്കും. അങ്ങനെ വി.ഡി. സതീശൻ നേരത്തെ വ്യക്തിപരമായും UDF ഒറ്റക്കെട്ടായും കോൺഗ്രസും പറഞ്ഞിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും നടപ്പിലാക്കി തുടങ്ങുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ചുരുക്കത്തിൽ വി.ഡി. സതീശൻ വാക്കു പാലിക്കുന്നു എന്ന് വേണം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആശാ വർക്കർമാരുടെയും KSRTCയിലെ സൗജന്യ യാത്രയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്. UDF അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് വി.ഡി. സതീശൻ ആദ്യത്തെ ദിവസം തന്നെ നൽകുന്നത്. പക്ഷേ KSRTC യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നതിനെ സംബന്ധിച്ചു കൂടി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് ഈ വരുന്ന ജൂൺ 15-ാം തീയതി മുതലാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സൗജന്യ യാത്ര അനുവദിക്കും. ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഉദാഹരണമായി KSRTCക്ക് തന്നെ പല തരത്തിലുള്ള സർവീസുകളാണ് ഉള്ളത്. ഓർഡിനറി സർവീസ് ഉണ്ട്, ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, ലക്ഷറി ബസ്സുകളുണ്ട്. ഇതിൽ എല്ലായിടത്തും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാനാവുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇത്തരം വിവിധ തരത്തിലുള്ള ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ, സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തത്, കേരളത്തിലാകമാനം സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഉദാഹരണമായി തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീ കരുതുകയാണ് ഇന്ന് എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്ന് കാസർഗോട്ടേക്ക് ഒന്ന് പോകാം, അല്ലെങ്കിൽ നേരിട്ട് കാസർഗോട്ടേക്ക് ഒന്ന് പോകാം. എങ്ങനെ വേണമെങ്കിലും അവർ തീരുമാനിക്കുകയാണ്. അവരുടെ തീരുമാനം അനുസരിച്ച് യാത്ര ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് രണ്ടാമതായി ഉയരുന്ന ഒരു ചോദ്യം. അതായത് ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ കൂട്ടമായി ഒരു വിഭാഗം സ്ത്രീകൾക്കോ കൂട്ടുകാരികളായി ഒരു സംഘമായി ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമതായി വരുന്നത് പ്രായം ഉണ്ടോ? ഇപ്പം പെൺകുട്ടികൾക്ക് അടക്കമുള്ള പ്രായപരിധി ഇക്കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇത്ര വയസ്സ് മുതലുള്ള പെൺകുട്ടികൾക്കാണ് ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയിൽ പങ്കെടുക്കാൻ കഴിയുക. അങ്ങനെ എന്തെങ്കിലും നിബന്ധന അക്കാര്യത്തിലുണ്ടോ? പ്രായപരമായിട്ടുള്ള നിബന്ധനയുണ്ടോ? അതുപോലെ തന്നെ ഒരാൾക്ക് എത്ര തവണ ഈ സൗജന്യ യാത്ര ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഉദാഹരണമായി തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. ആ സ്ത്രീ തന്നെ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വീണ്ടും മടങ്ങി വരുന്നു. അവർക്ക് വീണ്ടും ഒരുപക്ഷെ കൊല്ലത്തോട്ട് വീണ്ടും പോകേണ്ടി വരുന്നു, കൊട്ടാരക്കരയിലേക്ക് പോകേണ്ടി വരുന്നു കരുതുക, അവിടേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ അതിന് എന്താണ് മറുപടി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അടുത്തൊരു ചോദ്യം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അവർക്ക് സ്വന്തമായി കൃത്യമായ വരുമാനം ലഭിക്കുന്നവരാണ്. അവർക്ക് സ്വന്തമായി പണം കൊടുത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ സൗജന്യം എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഇത് ബാധകമാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്കറിയാവുന്ന പോലെ കേരളം ഒരു ടൂറിസ്റ്റ് സംസ്ഥാനമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാന ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തപ്പെടുന്ന ഒരു സ്ഥലം കേരളമാണ്. അപ്പോൾ അവർക്ക്, ആ സ്ത്രീകൾക്ക്, അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന സ്ത്രീകൾക്ക് ഈ സൗജന്യ യാത്ര അനുവദിക്കുമോ എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ ഉയരുന്നത്.
പിന്നീട് അന്തർ സംസ്ഥാന യാത്ര ചെയ്യാൻ, ഇപ്പോൾ കേരളത്തിലെ ഒരു സ്ത്രീക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് KSRTC സർവീസ് ഉണ്ടല്ലോ, അപ്പോൾ ആ സർവീസിൽ പോകുമ്പോൾ അവർക്ക് സൗജന്യ യാത്ര ഉണ്ടോ, അതോ കേരളത്തിൻ്റെ പരിധിയിൽ മാത്രമേ ഈ സൗജന്യ യാത്ര ഒതുങ്ങുകയുള്ളൂ? ഇങ്ങനെയുള്ള 100 കൂട്ടം ചോദ്യങ്ങളാണ് ഈ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ ഉയരുന്നത്. കേൾക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് ഈ കേരളത്തിൽ സൗജന്യ യാത്ര ഫലപ്രദമാകുമോ? ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്ന് വന്നാലും കേരളത്തിൽ സ്ത്രീ എന്ന ഒരു ഒറ്റ പരിഗണന വെച്ചുകൊണ്ട് അവർക്ക് സൗജന്യ യാത്ര നൽകാൻ കഴിയുമോ? ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ ഈ KSRTC ഫ്രീ യാത്രയുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതിന് ഒരു വ്യക്തത ഇതുവരെയും വരുത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, എല്ലാം കൂടി ഒരു മന്ത്രിസഭയിൽ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും? ഇനി സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ മന്ത്രിസഭ കൊണ്ട് നിന്നു പോകും. അതുകൊണ്ട് നമുക്ക് അടുത്ത മന്ത്രിസഭയിൽ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹം നൽകുന്നത്. അക്കൂട്ടത്തിൽ ഈ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ സങ്കീർണതകൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു, സതീശൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പാലിച്ചു എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം തെളിയിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.